അങ്ങനെ നമ്മുടെ മാധവന്റെ ഏറ്റവും പുതിയ സിനിമ കണ്ടിരിക്കുകയാണ് ജി ഡി നായിഡു എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഒരു ബയോഗ്രഫിയാണ് പടം. പക്ഷെ സത്യം പറയട്ടെ, ഇതിൽ പേരിന് മാത്രമേ ബയോഗ്രഫി ഒന്നുമില്ല. ഐ മീൻ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, എനിക്ക് ആ മനുഷ്യന്റെ ലൈഫിനെ പറ്റി അത്രയ്ക്ക് ഒരു ഐഡിയ ഇല്ല. ഇതിൽ എത്രയാണ് അവര് അവരുടെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് എടുത്തതും എത്രയാണ് അവർ ആഡ് ചെയ്തതെന്നോ, അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്തതെന്നോ ഒന്നും എനിക്കറിയില്ല. ബട്ട് ഹോളി ക്രാപ്പ്, ലൈക്ക് ഈ പടത്തിന്റെ പ്ലോട്ട് ലൈക്ക് നമ്മൾ പേജിൽ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം ആലോചിച്ചൊരു കാര്യം എന്താ പറയട്ടെ, ഈ മനുഷ്യന്റെ ലൈഫ് തന്നെ ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ പോലെയാണ്. അമ്മാതിരി ലെവലിലുള്ള ചില ഇൻസിഡൻസ് ഒക്കെ ഈ പടത്തിൽ കാണിക്കുന്നത്. അതൊക്കെ ജെനുവിൻ ആളുടെ ലൈഫിൽ നടന്നതാണെങ്കിൽ, വിച്ച് ഓബിയസ്ലി അതായിരിക്കണം, ഇറ്റ് ഈസ് ക്രേസി. ലൈക്ക് ഹിസ് ലൈഫ് ഈസ് ജെനുവിൻലി ലൈക്ക് എ മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ മൂവി. ആൻഡ് ഈ പടം ബയോഗ്രഫി പടമാണെങ്കിലും ഇതൊരു ലൈക്ക് മാസ് പടം എന്നുള്ള രീതി നമുക്ക് കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതുപോലത്തെ കുറെ പരിപാടികൾ ഈ സിനിമയിലുണ്ട്. ആൻഡ് പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഓബിയസ്ലി ഇറ്റ്സ് എ മാധവൻ മൂവി, ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, നല്ലൊരു പടം തന്നെയാണ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഇറ്റ് കുഡ് ഹാവ് ബിൻ സോ മച്ച് ബെറ്റർ. അതിൽ ചില ഘടകങ്ങളുണ്ട്. ആദ്യം തന്നെ എന്തായാലും നമുക്ക് പെർഫോമൻസ് തുടങ്ങാം. പെർഫോമൻസസ് എല്ലാവരും നന്നായി ചെയ്തു. മാധവൻ ആസ് യൂഷ്വൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യരാജ് കുറെ സീൻസ് തൂക്കി എന്ന് തന്നെ പറയേണ്ടി വരും. എന്റെ തിയേറ്ററിൽ ആകെ 20 പേരുണ്ടായിരുന്നു. ബട്ട് ആ 20 പേരിനെ കൊണ്ട് ക്ലാപ്പ് അടിപ്പിക്കുകയും വിസിലടിപ്പിക്കുകയും ചെയ്തെങ്കിൽ ആളുടെ പെർഫോമൻസ് ഏത് ലെവലായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹിസ് ക്യാരക്ടർ വാസ് ഓൾസോ റിയലി നൈസ്. കുറെ തൂക്കാനുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ അണ്ണൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജയറാം അണ്ണാ, നിങ്ങൾക്ക് എന്താ പറ്റിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. 5 സിനിമ എടുക്കും, അതിൽ 4 സിനിമയിൽ കോമാളിയായിട്ട് വരും, ഒരു സിനിമയിൽ ആൾ കിടിലം പെർഫോമൻസ് ചെയ്യും. ഈ പടത്തിൽ ആൾ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ജെന്യുവൻലി ഒരു രീതിയിലുള്ള കോമാളിത്തരം പരിപാടിയോ കോമഡിയോ അങ്ങനെയൊന്നുമില്ല, പക്ക പ്രോപ്പർ സീരിയസ് വില്ലൻ പരിപാടിയോ അത് കിടിലായിട്ട് അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ദോസറ വിജയൻ, ഷി വാസ് ഓൾസോ റിയലി നൈസ്. പ്രിയ മണി പടത്തിലുണ്ട്, കുറച്ച് നേരത്തേക്കുള്ളൂ, ബട്ട് ഷി വാസ് ഓൾസോ നൈസ്. അങ്ങനെ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിരുന്നു. ബട്ട് ഈവൻ പെർഫോമൻസിൽ വരെ എനിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, യൂഷ്വലി ക്യാരക്ടേഴ്സ് ഏജ് ആകുമ്പോൾ അവരുടെ വോയിസിലായിക്കോട്ടെ, അവരുടെ മാനറിസത്തിലായിക്കോട്ടെ കുറച്ച് ചേഞ്ചസ് വരണമല്ലോ. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. മാധവന്റെ ക്യാരക്ടർ യങ് ആയിരിക്കുമ്പോഴെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വയസ്സാകുമ്പോഴും. തുടക്കത്തിൽ എന്തൊക്കെയൊക്കെ ആളൊരു ശ്രമം ചെയ്തെങ്കിൽ പോലും അവസാനമൊക്കെ എത്തുമ്പോൾ ഹി ജെന്യുവലി ജസ്റ്റ് ടോക്സ് ആസ് നോർമൽ. ആള് മാത്രമല്ല, ഈ പടത്തിലുള്ള എല്ലാവരും കേട്ടോ, വയസ്സാവും തോറും അതേപോലെ തന്നെ അഭിനയം, അതേപോലെ തന്നെ മാനേഴ്സ്, അതേപോലെ തന്നെയാണ് സംസാരം. അത് എനിക്ക് ഇച്ചിരി എനിക്കത് അത്രയും കൺവിൻസിങ് ആയി തോന്നിയില്ല. അതുപോലെ തന്നെ പടത്തിൽ നമ്മുടെ ഫോറിൻ ആക്ടേഴ്സ് അഭിനയിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. എക്കോയും അതുപോലെ നമ്മുടെ എമ്പുരാൻ പോലത്തെ സിനിമകളിൽ ഇത്രയും ഗംഭീരമായിട്ട് ഫോറിൻ ആക്ടേഴ്സിനെ കൊണ്ട് അഭിനയിപ്പിച്ചതിന് ശേഷം പോലും ഇതുപോലത്തെ ഒരു മാധവൻ പടത്തിൽ ഇങ്ങനെ വന്നു എന്ന് പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ബട്ട് സീരിയൽ ലെവൽ അഭിനയിക്കുന്നു ഫോറിൻ ആക്ടേഴ്സ്, നല്ല ഓവർ ആക്ടിങ് ആയിരുന്നു. പിന്നെ പടത്തിൽ ഓൾറെഡി കുറച്ച് ഭാഗങ്ങൾ ഭയങ്കര നാടകീയത എനിക്ക് ഫീൽ ചെയ്തു. അത് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജസ്റ്റ് ഇൻ ജനറൽ അഥവാ ഒരു നാടകീയത ലെവലിലേക്ക് ഈ പടം പോകുന്നുണ്ട്. അത് ഈ പടം ഭയങ്കര സിനിമാറ്റിക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ എന്നുള്ള രീതി വരെ കാണാൻ പറ്റുന്ന ഒരു പടം. അപ്പോൾ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ ഈ ചില ഭാഗങ്ങളിൽ സിനിമാറ്റിക് വിട്ടിട്ട് പടം നാടകീയത ലെവലിലേക്ക് താഴ്ന്നുകൊണ്ട് അത് എനിക്ക് ഒരു കല്ലിടേറ്റ് തന്നെ തോന്നി. അവിടുത്തെ പെർഫോമൻസസും എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെർഫോമൻസസിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓവറോൾ കുറെ ആക്ടേഴ്സിന് ഷൈൻ ചെയ്യാനുള്ള കുറേ മൊമെന്റ്സ് ഈ പടത്തിലുണ്ടായിരുന്നു. അത് അവർ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ പടത്തിന്റെ മ്യൂസിക് ഗോവിന്ദ് വസന്തയാണ്. നല്ല മ്യൂസിക് ആയിരുന്നു. എസ്പെഷ്യലി ഇതിലൊരു റൈസ് ഓഫ് ജി ഡി എന്ന് പറഞ്ഞൊരു മാസ് ബീജിയം പരിപാടി ഉണ്ട്. കിഡിലൻ ബീജിയം, എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനം. ഗോവിന്ദ് വസന്ത് നല്ല വർക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ്. പറയുന്നതിലൊന്നും തോന്നുന്നത് ടെക്നിക്കലി ഈ പടം ഭയങ്കര ബാക്ക്വേർഡ്സ് ആണ്, ഭയങ്കര വീക്കാണ്. അഥവാ വിഷ്വലി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടോൺ ആയിക്കോട്ടെ ഭയങ്കര ഡള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പടം കണ്ടുകൊണ്ടിരിക്കുക ഒരു രസമില്ല വിഷ്വലി. ഞാൻ പറയണ മനസ്സിലായില്ലേ? നമുക്ക് ചില സിനിമകളുണ്ട്, ഇപ്പൊ ഈ പടം കാണാൻ പോകുന്നതിന് മുന്നേ ഞാൻ കണ്ട സിനിമ ഡി സി ഒക്കെ വിഷ്വൽസ് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ ഡി സി ആയിട്ട് കമ്പയർ ഇല്ല, ബട്ട് നമുക്ക് വിഷ്വലി ആ കാണുമ്പോൾ ഒരു രസം വേണ്ട, ഓരോ ഫ്രെയിമിങ്ങും പരിപാടിയൊക്കെ. ഇതിന് ഭയങ്കര ഡള്ളായിട്ട് എനിക്ക് ഫീൽ. പടം കണ്ടുകൊണ്ടിരിക്കാൻ പോലും ഒരു രസമില്ല. അതിന്റെ മുകളിൽ ഈ പടത്തിലെ CGI ഗ്രീൻ സ്ക്രീൻ വിഷ്വൽ എഫക്ട്സ് പരിപാടികൾ ഷോക്കായിട്ടുണ്ട്, ജെന്യുവൻലി ഷോക്കായിട്ട്. ഇത് ബഡ്ജറ്റിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞപ്പോഴാണ് ഈ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന AI-ന്റെ എമൗണ്ട്, എന്റെ പൊന്നോ, നിങ്ങൾക്ക് ജനനായകനിൽ AI കൂടുതൽ ഉപയോഗിച്ചായിട്ട് തോന്നുമെങ്കിൽ ഈ പടം നിങ്ങൾ കാണണ്ട മക്കളെ. ബിക്കോസ് അത്രയ്ക്ക് ഈ പടത്തിൽ AI ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഷോട്ടൊക്കെ എന്തിനാ ഇത് AI ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് തോന്നിപ്പോയി. ബഡ്ജറ്റിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ടെക്നിക്കലി ദിസ് മൂവി വാസ് വെരി വീക്ക്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പടം വിഷ്വലി കാണാനൊരു രസേ ഇല്ല. ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് വാസ് ഫൈൻ. തോന്നിയൊരു കാര്യം, ഈ മാധവനുണ്ടല്ലോ,
ആരിൻ്റോടാണ് സംസാരിക്കണമെന്നൊന്നും ഇന്നില്ല. അതിപ്പോ ജർമ്മൻ ആവാം, ചിലപ്പോ ബ്രിട്ടീഷ് ആവാം, റഷ്യൻ ആവാം, ആഫ്രിക്കൻ ആവാം, ആര് വേണമെങ്കിലും ആവാം. മച്ചാൻ തമിഴിലേ സംസാരിക്കുള്ളൂ. മച്ചാൻ അങ്ങനെ ഒരു ട്രൂ ദേശ സ്നേഹിയാണ്. ഇടയ്ക്കേറി ഇംഗ്ലീഷ് സംസാരിക്കും, ഇടയ്ക്കേറി തമിഴ് സംസാരിക്കും. പക്ഷെ ഏത് ഭാഷയിലാണെങ്കിലും അപ്പുറത്തിരിക്കുന്ന ആൾക്കത് മനസ്സിലാവും. അത് ചിലപ്പോൾ ജർമ്മനിയുള്ള സൈഡിലെ വഴിയോരത്തൂടെ പോകുന്ന ഒരു പിച്ചക്കാരൻ വരെ ആയിരിക്കും. ആളുടെ അടുത്ത് തമിഴ് സംസാരിക്കുക, ആൾക്ക് വരെ മനസ്സിലാവും. അത് എന്തിനാ അങ്ങനെ? എനിക്ക് അതിന്റെ ഒരു സെൻസേ മനസ്സിലായിട്ടില്ല. അതുപോലെ ഈ ബ്രിട്ടീഷുകാരന്മാര് തമിഴ് സംസാരിക്കുന്നത് ശരിയാ, ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് അതൊരു കല്ലുകടിയാണത്. അത് അവർ സഡനായിട്ട് ഇങ്ങനെ തമിഴിൽ നാണുണ്ണൈ കൊല്ല പോകി റെയിൻ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോ അത് കമലഹാസന, ഞാൻ കമലഹാസനല്ല, ബട്ട് യുനോ ലൈക്ക് നാണുണ്ണൈ കൊല്ല പോകി റെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു കല്ലുകടി തോന്നില്ലേ? അത് ഈ പടത്തിന് എനിക്ക് തോന്നി. അത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ? അങ്ങനത്തെ കുറെ ക്രിയേറ്റീവ് ഡിസിഷൻസ് എനിക്ക് വർക്കായില്ലെങ്കിലും നോട്ട് ഗോയിങ് ടു ലൈക്ക്, പടം മൊത്തത്തിൽ നൈസാണ്. ലൈക്ക് ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും നെഗറ്റീവ് പറഞ്ഞിട്ടോ, ബിക്കോസ് ഈ പടത്തിൽ കുറെ കിടിലം മൊമെന്റ്സ് ഉണ്ട്. പടം ടോട്ടാലിറ്റിയിൽ 2.5 മണിക്കൂർ എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തു. ഐ വാസ് റിയലി എന്റർടൈൻ ബൈ ദിസ് മൂവി. അഗൈൻ ഒരു പക്ക മാസ് പടം എന്നുള്ള വൈബിൽ ഈ പടം മൊത്തത്തിൽ പോണ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ സോ മച്ച് ബെറ്റർ. അതൊരു കിടിലൻ, ഒരു ഗംഭീര പടം ആവേണ്ട സിനിമ, ഒരു നല്ലൊരു പടം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളൊരു വൈബിലേക്ക് താഴ്ന്നു പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഓഫ് ദ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ദ പെർഫോമൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നാടകീയത, അതൊക്കെ കാരണം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. ഐ വുഡ് സേ ഡെഫിനറ്റ്ലി വർത്ത് എ ഷോട്ട് ഇൻ തിയേറ്റേഴ്സ്. എസ്പെഷ്യലി ഈ പടത്തിൽ സംസാരിക്കുന്ന മെസ്സേജിങ്, ആ ഒരു മനുഷ്യന്റെ ലൈഫ്, അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസ്, അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി ഉണ്ട്, ഐ ഓൾസോ തോട്ട് ദ മൂവി വാസ് റഷ്ഡ്. ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര റഷ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒരു നെഗറ്റീവ് ആയിരുന്നു. But still, again, it's a very good movie. Definitely worth a shot in theater. But that's my opinion on GDN. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, നോട്ടിഫിക്കേഷൻ. ബൈ ബൈ.